വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു ബിന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അടുക്കള മാലിന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ വീടുകളിൽ ലഭ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2ാം ഘട്ടത്തിൽ 300ഓളം വീടുകളിൽ ബയോ ബിന്നുകളാണ് വിതരണം ചെയ്തത്. ബിന്നുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു. അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വൈസ് ചെയർമാൻ KP സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ഷൈനി ഏലിയാസ്, ജൂബി പൗലോസ്, കൗൺസിലർമാരായ ഏലിയാമ്മ ഫിലിപ്പ്, ഡോക്ടർ അജേഷ് മനോഹർ, P. ഗിരീഷ് കുമാർ, മോളി വലിയകട്ടയിൽ, ഡോക്ടർ സജിനി പ്രതീഷ്, ജോജിമോൻ ചാരുപ്ലാവിൽ, പ്രശാന്ത് മമ്പുറത്ത്, രമ വിജയൻ, ഹെൽത്ത് സൂപ്പർവൈസർ CA നാസർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C. ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷത്തെ പദ്ധതിയിൽ തന്നെ നമുക്കറിയാം 1000ഓളം വരുന്ന ഇതുപോലുള്ള ബിന്നുകൾ നമ്മൾ ഉണ്ടാകും. ബയോഗ്യാസ് പ്ലാന്റുകളും 200 വീടുകളിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇതുകൊണ്ടും എല്ലാ വീടുകളുമായിട്ടില്ല. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ പരമാവധി സംസ്കരിക്കാൻ കഴിയുന്ന നില വന്നാൽ മാത്രമേ മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ. അതിനാദ്യം വേണ്ടത് വലിച്ചെറിയുന്ന സംസ്കാരം നമ്മുടെ മനുഷ്യരിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങളും നമ്മുടെ വീട്ടിൽ ഓരോ വീടും എടുത്തു നോക്കിയാൽ ധാരാളമായിട്ടാണ് ആധുനിക ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് അത് തരംതിരിക്കലാണ്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമുണ്ട്. ജൈവ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച്. ന്യൂസ് ബ്യൂറോ, പിറവം. ഹക്കോ ലേക്ക് വ്യൂ കല്ലഞ്ചേരിയിൽ സ്വിമ്മിംഗ് കോച്ചിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഏപ്രിൽ 1 മുതൽ 30 വരെ. കോൺടാക്ട് 9048436169. ആഘോഷങ്ങൾ ഏതുമാകട്ടെ. ഹക്കോ ലേക്ക് വ്യൂ ബങ്കറ്റ് ഹാൾ, കുമ്പളങ്ങി, കല്ലഞ്ചേരി, നോർത്ത് എൻഡ്.